ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനവേദി, പുസ്തകക്കൂട്, വയോജന ഷെൽട്ടർ ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്തെ വായനശാല പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. വയോജന ഷെൽട്ടർ ഉദ്ഘാടനം ശ്രീ MK രമേഷ് കുമാർ നിർവഹിച്ചു. യോഗത്തിൽ വായനശാല പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരിപാടികൾ നടത്തി വരിക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയിലാണ് ഇവിടെ ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ വേർതിരിക്കുന്ന കാര്യങ്കോട് പുഴ അല്ലെങ്കിൽ തേജസ്വിനി പുഴയുടെ ഈ തീരത്ത് ഇങ്ങനെ മനോഹരമായ ഒരു പാർക്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന ഗ്രന്ഥശാല പ്രസിഡന്റ് VK മധു ചടങ്ങ് ഉദ്ഘാടനവും പുസ്തകക്കൂട് പ്രകാശനവും നിർവഹിച്ചു. ഒരു വായനശാലയ്ക്ക് സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളും സാംസ്കാരിക ദൗത്യങ്ങളും ഏറ്റെടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തികഞ്ഞ മാതൃകയാണ് അക്ഷരത്തിൻ്റെ, പുസ്തകത്തിൻ്റെ, വായനയുടെ ഒരിടമൊരുക്കിക്കൊണ്ട് ഈ അക്ഷരോദ്യാനം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. പ്രകൃതിരമണീയമായ ഈ കാര്യങ്കോട് പുഴ യുടെ തീരത്താണ് ഈ ഉദ്യാനം ശുചീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ശക്തിയാണ്. നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരന്റെ ചിരസ്മരണ എന്ന നോവലിൽ ഈ പുഴയുടെ പേര് തേജസ്വിനി എന്ന്. ഒരു മാസം മുമ്പ് ഈ തേജസ്വിനി പുഴയുടെ ഒരു ഭാഗത്ത് അച്ചാന്തുരുത്തി എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രദേശം, ഒരു തുരുത്ത് പ്രദേശത്ത് ഹോസൂർക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ അതിഗംഭീരമായൊരു പരിപാടി ഉണ്ടായി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായത്. ഹോസൂർക്ക് താലൂക്കിലെ 250ഓളം വരുന്ന ലൈബ്രറികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്ഷര വെളിച്ചം എന്ന പേരിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി വായനയെ മാത്രം ഉപാസിച്ചുകൊണ്ട് കുട്ടികളെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു തീവ്രമായ യത്നത്തിൻ്റെ സമാപനമായിരുന്നു അച്ചാന്തുരുത്ത് എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്ത് വെച്ച് നടന്നത്. ഏകദേശം 1000ഓളം കുട്ടികൾ രാവിലെ ഇതുപോലൊരു കോരിച്ചിരിയുന്ന മഴയത്ത് രാവിലെ ഒരു 10 മണിക്ക് 1000ഓളം വരുന്ന കുട്ടികൾ 2 വർഷക്കാലമായി അവർ വായിച്ചതും വായനയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതുമായ കുറിപ്പുകളുമായി അവിടെ വന്നതും അവരുടെ അനുഭവങ്ങൾ. ഗ്രന്ഥശാല കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ചെറുപുഴ SHO TP ദിനേശ്, K ശിവകുമാർ, വായനശാല സെക്രട്ടറി ദാമോദരൻ മാസ്റ്റർ, PN ഉണ്ണികൃഷ്ണൻ, KC ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. പരസ്പര സഹായ നിധിയിലൂടെയും പ്രമുഖ വ്യക്തികളുടെ വകയായുമുള്ള സംഭാവന കൊണ്ടുമാണ് ഈ പാർക്ക് ഈ രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുള്ളത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വായനശാലയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ V കൃഷ്ണൻ മാസ്റ്ററാണ്. ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അവരെ അടുത്ത് കാണുമ്പോൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സുജാത എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി വഴി അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്ത് ആ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ആദരവ് നൽകുന്നത് നമ്മുടെ ബഹുമാന്യനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഴയത്ത് അതിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് അതിൻ്റെ സൗരോർജ്ജ വളത്ത് വെച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ
CI ഇവിടെ നിർവഹിക്കുന്നത് ശ്രീ ദിനേശ് സാറാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറുപുഴ മേഖല ചടങ്ങിൽ മത്സര വിജയികളായ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. ചില സന്ദർഭങ്ങളിൽ അതിനെ സംഘർഷഭരിതമാക്കിയും ഒഴുകി ചരിത്രത്തിലേക്ക് ഒഴുകിയ ഒരു പുഴയുടെ ഗാഥയാണ് തേജസ്വിനി പുഴയുടെ കഥയെന്ന് പറയുന്നത്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ട ഭൂമിയായി മാറിയ കയ്യൂർ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച 4 ദേശസ്നേഹി. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.